മത്സ്യസമ്പത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പെരിയാർ. പക്ഷേ കുറച്ച് കാലങ്ങളായി കേൾക്കുന്ന വാർത്തകളിൽ മത്സ്യങ്ങൾക്കത്ര സുഖമുള്ള ഒരു ആവാസ വ്യവസ്ഥയല്ല പെരിയാറിലേതെന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം മത്സ്യക്കുരുതികൾ തന്നെയാണ് അതിന് പ്രധാനമായും എടുത്തു പറയേണ്ടത്. കോടികളുടെ നാശനഷ്ടം പ്രാഥമികമായി വിലയിരുത്തപ്പെടുമ്പോൾ ഇന്നത്തെ കാര്യത്തിൽ പെരിയാറിലെ ഈ കുരുതിക്കളം തന്നെ. അൻപത് വർഷത്തിനിടെ 500-ലധികം തവണയാണ് ഇത്തരത്തിൽ മത്സ്യക്കുരുതികൾ പെരിയാറിൽ നടന്നിരിക്കുന്നത്. സമീപത്തുള്ള കമ്പനികളിൽ നിന്നുള്ള രാസലായനികൾ അതിലേക്ക് ഒഴുക്കിവിടുന്നത് തന്നെയാണ് പ്രധാനമായും ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ഒരു കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടെയുള്ള അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ മത്സ്യക്കുരുതിയിൽ മനമെടുത്ത ആളുകൾ തന്നെ സമരവുമായി രംഗത്ത് വരുന്ന സാഹചര്യമായിരുന്നു ഇന്ന് കണ്ടത്. ചീഞ്ഞ മത്സ്യങ്ങളെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ആളുകളുടെ പ്രതിഷേധം അവർ എത്രമാത്രം ഇതിൽ ഗതികെട്ട് ജീവിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയായിരുന്നു. കക്ഷി രാഷ്ട്രീയക്കാരെല്ലാം അതെല്ലാം മറന്നുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകുക, ഏത് കമ്പനിയാണ് ഇത്തരത്തിൽ പെരിയാറിലേക്ക് രാസലായനികൾ ഒഴുക്കിവിടുന്നത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത്. അവസാനം ഈ ആവശ്യങ്ങളെല്ലാം തന്നെ എഴുതി ഉറപ്പ് നൽകിയതിന് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് അവർ മടങ്ങിയത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, 98-ലുണ്ടായ സംഭവമാണ് ഏറ്റവും തീവ്രമായി ഈ പരിസരവാസികളെ തന്നെ ബാധിച്ചത്. ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തിലധികമുള്ള പ്രദേശത്തെ മുഴുവൻ മത്സ്യസമ്പത്തും അന്ന് ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സ്യങ്ങൾ ചത്തുപൊങ്ങുക തന്നെയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായതും സമാനമായ രീതിയിലുള്ള സംഭവമാണ്. ദുർഗന്ധം സഹിക്കാനാകാതെ പുറത്തിറങ്ങിയ ആളുകളാണ് ഈ വെള്ളത്തിൽ നിന്നും മീനുകൾ ചത്തുപൊങ്ങുന്ന കാഴ്ച കണ്ടത്. ആ കാര്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വളരെ വേഗം തന്നെ വിളിച്ചറിയിച്ചെങ്കിലും ഒരു നടപടിയും എടുത്തിട്ടില്ല. 20 ഉദ്യോഗസ്ഥരുള്ള ആ ഓഫീസിൽ നിന്നും ഒരു മനുഷ്യൻ പോലും ഇതിലേക്കായി പുറത്തേക്ക് വന്നതുമില്ല. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് അധികാരികൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്: അന്വേഷണം നടക്കും, നടപടികൾ ഉണ്ടാകും.